തുടക്കത്തിലെ എല്ലാവരും വിചാരിച്ചു ഷീല സണ്ണി എന്ന മധ്യവയസ്കയായ യുവതി ലഹരി വിൽപ്പന നടത്തിയതാണ് ബ്യൂട്ടി പാർലറിൽ. അതിനോടൊപ്പം ഈ ലഹരി വിൽപ്പനയും കൂടെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ 2 വീലറിലും അവരുടെ ഷോപ്പിംഗ് ബാഗിലും ഈ ലഹരി സാധനം സ്റ്റാമ്പ് കണ്ടത്. വലിയ വാർത്തയായി. 72 ദിവസം അകത്ത് കിടന്നു. ആ എക്സൈസ് ഇൻസ്പെക്ടർ അവരിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് പറയുന്ന സ്റ്റാമ്പുകൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഒരു 10-15 ദിവസം കൂടെ ഇവര് ജയിലിൽ കിടന്നു. അങ്ങനെ ടോട്ടൽ 72 ദിവസം. അത് അറിഞ്ഞപ്പം തന്നെ ആ നിമിഷത്തിൽ തന്നെ കോടതി റിപ്പോർട്ട് എഴുതി കൊടുത്ത് അവരെ റിലീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അയാൾ അത് ചെയ്തില്ല. അയാൾ കുറച്ചുകൂടെ മിടുക്കനായി ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാവുന്ന കരുതിയത്. അങ്ങനെയല്ല, 72 ദിവസം കിടന്നതാണ്. ഒരു ദിവസം കിടന്നെങ്കിലേ അതിന്റെ വിവരം മനസ്സിലാവുള്ളൂ. ആ നിരപരാധിയായ സ്ത്രീ 72 ദിവസം കിടന്നു. അത് അന്വേഷണം മുന്നോട്ട് പോയി. ഹൈക്കോടതിയിലെ ഇടപെടലോടുകൂടി കാര്യമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നാരായണദാസ് എന്ന് പറഞ്ഞ ആളും ലിബിയ ജോസും എന്ന് കണ്ടു.